ഹലോ, പാവയ്ക്ക ഇഷ്ടമേ അല്ലാത്ത ആളാണോ നിങ്ങൾ? എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പാവയ്ക്കയോട് പ്രണയവും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ട് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പാവയ്ക്ക ഫ്രൈ ആണ്, അല്ലെങ്കിൽ ചിപ്സ് കൊണ്ടാട്ടം എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ പാവയ്ക്ക ഇതുപോലെ ഒരുപാട് കനം കുറച്ചുമല്ല, എന്നാൽ ഒരുപാട് കനം ഉള്ളതുമല്ല, ഏകദേശം ഈ ഒരു കനത്തിൽ നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വളരെ നല്ലൊരു സ്നാക്ക് ഓപ്ഷനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക. ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ടല്ലോ കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും ഒരു ഡബ്ബയിലാക്കി വെച്ചാൽ നല്ലതാണ്. ഒരാഴ്ചയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ആ പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട്, ഉപ്പ് എവിടെ നോക്കട്ടെ. ഓക്കെ, ഉപ്പ് കിട്ടി. ഉപ്പിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ അങ്ങ് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത കയ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഉപ്പ് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, പിന്നെ കായത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. എരിവുള്ളതാണ് വേണ്ടെങ്കിൽ അതും ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇടുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അങ്ങ് വെച്ചേക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. സിമ്പിളാണ്. ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ആ കറിവേപ്പില നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാവയ്ക്ക ചിപ്സ് റെഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.